2013 1000 എന്നുള്ളത് സാർ 1500 രൂപ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 300-400 പേരോളം അന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 1000 രൂപയ്ക്ക് പെർ ഡേ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ നീ അഭിനയിച്ചോ, ഇല്ലെങ്കിൽ അപ്പടിയേ ഓടിപ്പോയിടുന്നാണ് ഞാൻ തമിഴ് പറഞ്ഞത്. അപ്പം അത് ശരി സാർ പരവായില്ല ഞാൻ പാത്തുക്കറാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അദ്ദേഹം എന്നോട് ആ 15 വർഷം മുൻപ് നടന്ന സംഭവം ഓർത്തെടുത്തുകൊണ്ട് ചോദിച്ചു, അല്ല വിനീഷ് അന്ന് എനിക്ക് തന്നിരുന്ന റെമ്യൂണറേഷൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1000-1500 ആയിരിക്കും. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലായിരുന്നു. പറഞ്ഞു 1500 അല്ല 1000 ആണ്. അതിൽ എനിക്കെത്ര കിട്ടിയിരുന്നെന്ന് ഓർക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, എന്നെ പരിചയപ്പെടുത്തിയ മാനേജർ അതിനകത്ത് 750 എടുത്തിട്ട് 250 എനിക്ക് തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് മൂപ്പര് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു. ആ വിക്രം സിനിമയിൽ അവരെ കണ്ടപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വന്നു. അവരാദ്യം പറഞ്ഞു എനിക്ക് എൻ്റെ പെർഫോമൻസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം എന്ന്. അത് അവരെ എളിമയാണ് അവരെ കൊണ്ട് അത് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഡബ്ബിങ് എൻ്റെ ഓൺ വോയിസ് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ 10-25 സിനിമകൾ കഴിഞ്ഞു, സാറ് മാത്രമാണ് വിളിച്ചിരിക്കുന്നത് തന്നെ, എന്നെ കൊണ്ട് അത് സാധിക്കും, അത് പാളിപ്പോവില്ല എന്ന് വെച്ചു. വേട്ടയ്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ അതിനുശേഷമാണ് അവർ ഡബ് ചെയ്തത്. യോഗി ബാബുവിനെ അതിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. അത്ര അടിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ യോഗി ബാബു പക്ഷേ ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ എന്നെ ചവിട്ടിക്കോളൂ, എനിക്കൊരു കുഴപ്പമില്ല, റെഡി എന്ന് പറഞ്ഞിട്ട് ചവിട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല പിന്നെ കിടന്നിട്ട് ഇങ്ങനെ ചവിട്ടി ഞെരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് യോഗി ബാബു തന്നെ കാലെടുത്തിട്ട് മുഖത്തെ വെച്ചിട്ട് അമർത്തു എന്ന് പറഞ്ഞു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളുടെ ഉള്ളത് ജോറ കൈത്തട്ടുങ്കി എന്ന സിനിമയുടെ ഡയറക്ടറും ആക്ടർ കം പ്രൊഡ്യൂസറുമാണ് വിനീഷ് മില്ലേനിയം ആൻഡ് സക്കീർ അലി. നമസ്കാരം. നമസ്കാരം. ഒരു വലിയ പടം, ഒരു കുഞ്ഞ് നമ്മുടെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറിനെ വെച്ചിട്ട് വരികയാണ്. എന്താണ് ശരിക്കും നമ്മൾ ട്രെയിലറൊക്കെ കണ്ടിരുന്നു. ട്രെയിലറൊക്കെ അത്യാവശ്യം നല്ല ഓട്ടമാണ്. യോഗി ബാബു ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പേഴ്സണൽ നമ്മുടെ ഫേവറേറ്റ് ആക്ടറോടാണ് ആൾ. എന്താണ് ശരിക്കും ഒരു മജീഷ്യനാണെന്ന് നമുക്ക് മനസ്സിലായി, ഒരു ത്രില്ലർ ആണെന്നും കൂടെ ഒരു ചെറിയ ക്ലൂ അതിനകത്ത് കിട്ടി. എന്താണ് ശരിക്കും പടം? മജീഷ്യനെ കുറിച്ചുള്ള ഒരു കഥ. ഒരു മജീഷ്യൻ്റെ, ഒരു സാധാരണക്കാരനായ ഒരു മജീഷ്യൻ്റെ ചില അസാധാരണമായ ചില സംഭവങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ അയാൾക്ക് അതിനെ ഫേസ് ചെയ്യാൻ അയാളുടെ ശ്രമം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതാണ് ആ സിനിമയുടെ കഥാതന്ത്രം. നമ്മൾ ഈ പടം യോഗി ബാബുവിന് ഒരു സ്റ്റെപ്പ്, അടുത്തൊരു സ്റ്റെപ്പാണ്, ഒരു ചാൻസാണ്. അതായത് യോഗി ബാബു ഇതുവരെ ചെയ്തതല്ല, യോഗി ബാബുവിന് ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് വെക്കുകയാണ് നമ്മൾ ഈ പടത്തോടു കൂടി. അത് നിങ്ങൾക്ക് പടം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. കമ്മിങ് ടു ദ പ്രൊഡ്യൂസർ കം ആക്ടർ സക്കീർ, പറയൂ. നമുക്ക് ആദ്യത്തെ പ്രൊഡക്ഷനാണ്. നേരത്തെ പല വർക്കുകളും വന്നിട്ടുണ്ടെങ്കിലും ആദ്യത്തെയാണ് ഒരു വലിയ പടം ഒരു പ്രൊഡക്ഷനിലോട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ. ഒരു മലയാളിയാണല്ലേ? തീർച്ചയായിട്ടും മലയാളിയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഒരു മലയാള പടത്തിനുപരി ഒരു തമിഴിലേക്ക് തന്നെ നമുക്കൊരു ആദ്യത്തെ പ്രൊഡക്ഷൻ ചെയ്യാമെന്നുള്ള തോട്ട് പ്രോസസ്സ് വന്നത്? ആദ്യം മലയാളത്തിൽ ചെയ്യാമെന്നാണ് സംസാരിച്ചിരുന്നത്. പിന്നെ വിനീഷ് ഭായിക്ക് യോഗി ബാബുവിനായിട്ട് ബന്ധമുണ്ട്. ഒരു മുന്നേ ഈ തീ കുളിക്കും പച്ചയും വരെ എന്ന് പറഞ്ഞ പടമില്ലേ, അതിൽ യോഗി ബാബു വന്ന് ചെറിയൊരു ആർട്ടിസ്റ്റാണ്, ചെറിയ ശമ്പളത്തിലൊക്കെ വന്ന് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോറി പറഞ്ഞ് ചെറുങ്ങനെ ജസ്റ്റ് കോൾ ചെയ്തപ്പം യോഗി ബാബു അക്സെപ്റ്റ് ചെയ്ത് അപ്പോൾ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ തമിഴാണല്ലോ, മലയാളത്തിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ തമിഴ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് കുറച്ച് വൈഡ്. ഒന്നാമത് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കൂടുതൽ മലയാളീസിനെക്കാളും ഫിലിമിനോട് താല്പര്യം തമിഴന്മാർക്ക് തന്നെ. തമിഴ് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചെറിയ പടങ്ങൾ നല്ല പടങ്ങളാണെങ്കിൽ ആൾക്കാരിലേക്ക് അക്സെപ്റ്റൻസ് കൂടുന്നുണ്ട്. അവർക്ക് സിനിമ എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ആർട്ടിസ്റ്റിനല്ല ഒരു നോക്കുക. നല്ല പടമാണെങ്കിൽ ഇപ്പം തന്നെ അതിന് തെളിവാണ് എന്താണ് ടൂറിസ്റ്റ് ഫാമിലി, വലിയൊരു പടത്തിൻ്റെ കൂടെയാണ് അത് ഇറങ്ങിയത്. പക്ഷെ ഭയങ്കര ഹിറ്റാണ് അത്. തമിഴ്നാട്ടിലും ഇപ്പോൾ കേരളത്തിലും നല്ല രീതിയിൽ ഓടിക്കണം. അപ്പോൾ പടം നല്ലതാണ്, കണ്ടന്റ് നല്ലതാണ്, നല്ല രീതിയിൽ മേക്കിംഗ് ആണെങ്കിൽ എന്തായാലും അവിടെ സ്വീകരിക്കപ്പെടും. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആയി വന്നിക്കണം. പിന്നെ കലശന്, പിന്നെ തിയേറ്ററിൻ്റെ ഇതും ആളുകളെ എണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ തമിഴ് തന്നെയാണ് നല്ലത്. പിന്നെ തമിഴ് കേരളത്തിന് വേറെ പ്രത്യേകതയുണ്ട്. തമിഴിലെ നല്ല പടമാണെങ്കിലും മലയാളികൾ ഏത് പടം കാണും, ഏത് പടം നല്ലതാണ് സ്വീകരിക്കുകയും ചെയ്യും. ഭാഷ പ്രശ്നം ചെയ്യാത്ത ആളുകളാണ് മലയാളികൾ. അപ്പം തമിഴ് നല്ല പടമാണെങ്കിൽ ഇവിടെ ഡബ് ചെയ്യാതെ തന്നെയാണ് ഒറിജിനൽ ഭാഷ തന്നെയാണ് വരിക. അപ്പം നല്ല ഒരു തമിഴ് പടം എടുത്താൽ നമുക്ക് മലയാളത്തിലും അത് യൂസ് ചെയ്യാൻ പറ്റും, മലയാളികളും കാണും. അപ്പോൾ രണ്ട് ഗുണമാണല്ലോ. അതെ, ശരിക്കും പറഞ്ഞാൽ തമിഴിൽ വരുന്ന സമയത്ത് നമുക്ക് ഡബ് പോലും ചെയ്യേണ്ട. നമ്മൾ മലയാളികൾക്കെല്ലാം തമിഴ് ഭയങ്കര കണ്ട് നമ്മൾ രജനീകാന്ത് ആയിക്കോട്ടെ, വിജയ് ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, നമുക്ക് അത്രയും ഫാൻ ബേസ് ആ ഒരു സ്ഥലത്തുനിന്ന് ഭയങ്കര ഫാൻ ബേസ് നമുക്ക് മലയാളത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് അത്ര പോയിട്ടുണ്ടോ നമുക്കൊരു ഡൗട്ട് ഉണ്ട്. കല്യാണ വീടുകളിലും നമ്മളെ ഏത് കൊച്ചു കൊച്ചു ചടങ്ങുകളിൽ പോലും ഗാനമേളയിലൊക്കെ നമ്മളെ തമിഴ് പാട്ടുകൾ ഹിന്ദിയേക്കാൾ അധികം, ഒരുപക്ഷെ മലയാളത്തിനേക്കാൾ അധികം നമ്മൾ ഏറ്റുപാടുന്നു.
അങ്ങനെ ഒരു ട്രെൻഡ് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സമീപകാലത്തായി ആവേശത്തിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും അവിടെ ട്രെൻഡാണ്, റീൽ ട്രെൻഡിങ് ആണ്. അങ്ങനെ പല പല പർപ്പസിലേക്കായിട്ട് ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് ഒരു 2 വർഷത്തിനുള്ളിലായിട്ട് വന്നു തുടങ്ങിയ മാറ്റമാണ്. യോഗി ബാബു, വൈ യോഗി ബാബു? കാരണം എല്ലാ ഓഡിയൻസും എപ്പോഴും ആളിനെ കാണുമ്പോൾ തന്നെ ഒരു ചിരി വരും ലിറ്ററലി നമുക്ക്. കാരണം ആൾ ചെയ്ത് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം വൈ യോഗി ബാബു? വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടാണ് യോഗി ബാബുവിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ഇതുവരെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പോലും തോന്നിയിട്ടില്ല. മറ്റു പലരും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ ലിജോ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വടിവേലുവിൻ്റെ സാറിൻ്റെ കാലഘട്ടത്തിന് ശേഷം, പിന്നെ വിവേകായാലും, പിന്നെ അതിനുശേഷം അതിനും ആ ഇൻ ബിറ്റ്വീനിൽ വന്ന കൗണ്ടമണി സെന്തിലായാലും, പിന്നീട് വന്ന സന്താനമായാലും, പിന്നീട് സൂര്യ ആയാലും, ഇപ്പോൾ ഒടുവിൽ വന്ന യോഗി ബാബു ആയാലും, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് യോഗി ബാബുവിന് വളരെ മുൻപേ തന്നെ യോഗി ബാബുവിലെ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടറെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ കർണൻ എന്ന് പറഞ്ഞ സിനിമയിൽ യോഗി ബാബു വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ടറാണ്. ചിരി എന്ന് പറഞ്ഞൊരു സാധനം പോലും വരുന്നില്ല. അങ്ങനെ അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ കോമഡി കൊമേഴ്ഷ്യൽ സിനിമകളുടെ പാർട്ടായിരിക്കുമ്പോൾ തന്നെ ചില സംഗതികൾ, അതായത് സീരിയസ് റോളുകൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. മണ്ടേല എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടതോടുകൂടിയിട്ടാണ് അയാൾ ഇത്രയധികം സാധ്യതയുള്ള ഒരു നടനുണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് ഇന്ത്യയിൽ ഉടനീളം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു, അറിയാലോ, നെറ്റ്ഫ്ലിക്സിൽ അതിനുശേഷം യോഗി ബാബുവിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയിൽ യോഗി ബാബു ഉണ്ട്. അതൊരു കോമഡി നടന്റെ ട്രാക്കിലൂടെ അല്ല അയാൾ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത്. ആസ് എ ഡയറക്ടർ യോഗി ബാബു നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നല്ല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആളിനെ നമുക്ക് ഏത് രീതിയിലേക്ക് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പുള്ളിയുടെ ഒരു ഫണ്ണി മൊമെന്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ചോദിക്കുകയാണെങ്കിൽ? അദ്ദേഹത്തിന് 2013 ഞാൻ വിനീഷ് പ്രഭീഷ്, ഞങ്ങൾ രണ്ടുപേരാണ് തമിഴ് സിനിമ ചെയ്തത്, തീക്കുളിക്കും മച്ചേമരം. അപ്പം ആ സിനിമയിൽ അദ്ദേഹം 1000 rupees പെർ ഡേ ദിവസക്കൂലിക്കാരനായി വന്ന് അഭിനയിച്ചിരുന്ന ആളാണ്. അപ്പോൾ അന്ന് അഭിനയിച്ച ഞാൻ കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം അന്ന് എന്നോട് ചോദിച്ചു, 1000 എന്നുള്ളത് സാർ 1500 രൂപ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 300-400 പേരോളം അന്ന് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഒരു 5 പേരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു 1000 രൂപയ്ക്ക് പെർ ഡേ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ നീ അഭിനയിച്ചോ, ഇല്ലെങ്കിൽ അപ്പടിയേ ഓടിപ്പോയിടുന്നാണ് ഞാൻ തമിഴ് പറഞ്ഞത്. അപ്പം അത് ശരി സാർ പരവായില്ല ഞാൻ പാത്തുക്കറാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അദ്ദേഹം എന്നോട് ആ 15 വർഷം മുൻപ് നടന്ന സംഭവം ഓർത്തെടുത്തുകൊണ്ട് ചോദിച്ചു, അല്ല വിനീഷ് അന്ന് എനിക്ക് തന്നിരുന്ന റെമ്യൂണറേഷൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ 1000-1500 ആയിരിക്കും. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലായിരുന്നു. പറഞ്ഞാൽ 1500 അല്ല 1000 ആണ്. അന്ന് 24 ദിവസമായിരുന്നു, 24,000 ആയിരുന്നു. അതിൽ എനിക്കെത്ര കിട്ടിയിരുന്നെന്ന് ഓർക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, എന്നെ പരിചയപ്പെടുത്തിയ മാനേജർ ആയിട്ടാന്ന് 750 എടുത്തിട്ട് 250 എനിക്ക് തന്നതെന്ന് പറഞ്ഞു. അപ്പം അത് മൂപ്പര് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് അതിൽ വളരെ രസകരമായി തോന്നുന്നു. ഇന്ന് അദ്ദേഹം ദിവസം 10-15 ലക്ഷം രൂപ വാങ്ങുന്ന വിധത്തിൽ 2 സിനിമകളിൽ ഒരു ദിവസം അഭിനയിക്കുന്ന വിധത്തിലൊക്കെ അദ്ദേഹം വളർന്നു കഴിഞ്ഞപ്പോഴും അന്ന് നടന്നിരുന്ന ആ ചെറിയൊരു മൂമെന്റ്, അന്ന് അദ്ദേഹത്തിന്റെ 2-3ാമത്തെ സിനിമ മറ്റോട്ടാണ്, ഒരു ചെറിയ മൂമെന്റ് അത് ഓർത്തെടുത്ത് വളരെ കൃത്യമായി അത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. അതൊരു ഇൻട്രസ്റ്റിംഗ്, കണ്ണ് നിറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ പറയുക, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മൾ ഒരിക്കലും പറയാനുള്ള ഒരു ആർട്ടിസ്റ്റുകളാണ്. അവിടെ നിന്ന് ചെറിയ റോളുകൾ, പിന്നെ ചെറിയ ഫേസ് കാണിച്ചുള്ള ക്യാരക്ടർ റോളുകൾ, പിന്നെ ഒരു നായകൻ. ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പവർഫുൾ അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ചിലപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പടങ്ങൾ വരുമ്പോഴും അത് യൂസ് ആവുമല്ലോ, കാരണം പുള്ളിയുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്. അല്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കൊച്ചിയുടെ ഒരു 10 ഇരട്ടിയോ അതിനേക്കാൾ മേലെയോ ആണല്ലോ ചെന്നൈ സിറ്റിയുടെ സിനിമ സ്പേസുകൾ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ആയിരക്കണക്കായ അസിസ്റ്റന്റ് ഡയറക്ടർമാരും വിവിധ മേഖലകളിൽ അഭിനയിക്കാൻ സാധ്യത തേടി നടക്കുന്നവരുള്ള പല ആളുകൾ, കേരളത്തിൽ നടക്കാനുള്ള പല ആളുകളും അതൊരു ഹബ്ബാണ്. അഭിനയിക്കാൻ അവസരം തേടി അവർക്ക് പലപ്പോഴും എക്സിസ്റ്റൻസിന് പണം ഉണ്ടാവില്ല, പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ കാശുണ്ടാവില്ല. ഇവിടെ പോലെയല്ല, അവിടെ പിന്നെ അമ്പലങ്ങളിലും പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്രീ ഭക്ഷണവും പിന്നെ അമ്മാവണോകത്തിലൊക്കെ ചെറിയ കാശിനൊക്കെ തൂങ്ങി കിട്ടും. നമുക്ക് ഒന്നുമില്ലെങ്കിലും അവിടെ ജീവിക്കാം. എങ്കിൽ പോലും വളരെ കഷ്ടപ്പാടോട് കൂടിയിട്ട് ഒരു നേരത്തെ ചായ കുടിക്കാൻ പോലും കാശില്ലാതെ അലയുന്ന, കല്യാണം പോലും കഴിക്കാതെ അലയുന്ന എത്രയോ 40, 50, 60 വയസ്സായ ആളുകൾ ഇപ്പോഴും സാധ്യത തേടി നടക്കുന്ന ആളുകളുണ്ട്. യോഗി ബാബു തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ എത്രയോ ചെരുപ്പ് പോലും പഴയ ഒരു ഹവായി ചെരുപ്പ് ഇട്ടുകൊണ്ട് തേഞ്ഞലിഞ്ഞുകൊണ്ട് അണ്ണ ഒരു ടീ വാങ്ങിത്തര മുടിയുമോ എന്ന് ഞാൻ ആ സാലിഗ്രാമത്തിലെ പല കടകളിലെ പല ആളുകളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് വിനീഷ് എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറയാൻ കാരണം പിന്നീട് അദ്ദേഹം വലുതായി ഇത്രയൊക്കെ ഹൈറ്റിലെത്തിക്കഴിഞ്ഞതിന് ശേഷം
അവരിൽ പലരെയും അദ്ദേഹം സഹായിക്കേണ്ടായിട്ടുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ പ്രോജക്റ്റിൽ പോലും അന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് തരാതിരിക്കാം, അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഥ എലമെന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടു, പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ ശരിയായെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണമെങ്കിൽ പഴയ ഓർമ്മകൾ മറക്കാനാണ് പലപ്പോഴും സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ചുറ്റുപാടും തന്നെ ഉണ്ട്. പക്ഷെ പഴയ ഓർമ്മകൾ അദ്ദേഹം കെട്ടിപ്പുണരാനാണ് ശ്രമിക്കുന്നത്, അതിനെ ഓർത്തെടുക്കാനാണ് ശ്രമിക്കുന്നത്, പറ്റാവുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതൊരു വലിയ അദ്ദേഹത്തിൽ കണ്ട ഞാൻ വലിയൊരു പ്ലസ് പോയിന്റ്. മൈനസുകളൊക്കെ ഉണ്ടാവും, മനുഷ്യ സഹജമായ, അതിൽ കഴിഞ്ഞതായിട്ട് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ പലരോടും നോ പറയാൻ പറ്റാത്ത കാരണം അദ്ദേഹം പല പടത്തിലും കമ്മിറ്റ് ആവുകയും ചെയ്യും. ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നതാണ് ഇങ്ങനെ കമ്മിറ്റഡ് ആവുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ചില കോൺട്രവേഴ്സികളൊക്കെ ഒരു വശത്തോട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും സഹായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എന്താ പറയുക, ആ ഒരു കാലഘട്ടം മാറി. അതുപോലെ തന്നെ ചോദിക്കാൻ, ഇപ്പം ചിലർ പറയാറുണ്ട് നമ്മുടെ അടുത്ത് വിട്ട് കളയല്ല, നമ്മുടെ പാഷനെ ഭയങ്കരമായിട്ട് പിടിച്ച് നിൽക്കണം, ഭയങ്കര പവർഫുള്ളായിട്ട് നിൽക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മളെടുക്കുമ്പോൾ ഒരു 90% നമുക്കത് ഒരു ഫെയിലിയറായിട്ട്, സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരുപാട് പേരെ കാണാം അങ്ങനെ ഫെയിലിയറായിട്ട്, അല്ലെങ്കിൽ ചായക്കട കിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മാറുന്നു. അപ്പോൾ നമ്മുടെ ഒരു റിനോർഡായിട്ട് ചിന്തിക്കുമ്പം എന്താണ് ശരിക്കും കറക്റ്റ്? ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ തിരക്കഥയുടെ ഭാഗം കൂടി ആയത് കാരണം ഞാൻ പ്രകാശ് പയ്യോളി എന്ന് പറഞ്ഞ 2 പേരാണ് ചെയ്തത്. അത് മലയാളി തന്നെയാണ് അദ്ദേഹം. ഇതിലൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പൂനെയിലെ സുഹൃത്ത്, ഒരു 15 കൊല്ലം മുൻപ് എനിക്ക് വിട്ടിരുന്ന ഒരു മെസ്സേജാണ്. അതാണ് ഞാൻ ഈ സിനിമയിൽ ഡയലോഗായിട്ട് ഉപയോഗിച്ച്, യു ഡോണ്ട് നോ ഹൗ സ്ട്രോങ് യു ആർ അണ്ടിൽ ബീങ് സ്ട്രോങ് ഈസ് ദ ഓൺലി ചോയ്സ് ഫോർ യു. നമ്മൾ എത്രത്തോളം ശക്തരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ശക്തിയെ ആർജിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ള ഘട്ടത്തിൽ വരുമ്പോഴാണ്. അപ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്തിരുന്നത്, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നത്. ഒരു സിനിമയായാലും ഏത് സ്വപ്നമായാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഡ്രീമിൻ്റെ പിന്നാലെ തുടർച്ചയായി ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നമ്മൾ മുന്നേറാൻ കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ ശ്രീനി ചേട്ടനെ പോലെ ഒരു വലിയ ആർട്ടിസ്റ്റ്, ഐ മീൻ ലെജൻഡറിക് ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വരുന്ന അപ്കമിങ് ആയിട്ടുള്ള ആൾക്കാരോടെയും വന്നിട്ടുണ്ട്. ഏതാണ് ഏറ്റവും കംഫർട്ട് ആൻഡ് വൈ? ഇപ്പോഴത്തെ വരുന്ന ഡെഡിക്കേറ്റഡ് അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ശ്രീനാഥ് ബാസി ഇതേ ശ്രീനിയേട്ടൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹം. അപ്പോൾ ബാസിയൊക്കെ എൻ്റെ അടുത്ത് എല്ലായ്പ്പോഴും അങ്ങേയറ്റം, ഞാനൊരു ദിവസം 7 മണിക്ക് രാവിലെ വരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് രാവിലെ 7 മണിക്ക് ബാസി വന്നു. അപ്പോൾ ഞാൻ അന്ന് ബാസിയോട് ചോദിച്ചു, ബാസി നിന്നെക്കുറിച്ച് മറ്റു പലരും അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല, നമ്മളെ ആവശ്യവും നിങ്ങളതിനോടുള്ള അപ്രോച്ചുമാണ് പ്രധാനപ്പെട്ട ഘടകം മനുഷ്യർ, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മളതൊക്കെ മോണിറ്റർ ചെയ്യുന്നില്ലേ. അപ്പോൾ എനിക്ക് അത്തരം തിക്താനുഭവങ്ങളൊന്നും 25-28 ഞാൻ അദ്ദേഹത്തിന് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് പറയില്ല, എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്, ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പുതിയ തലമുറയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ നമ്മളെ എക്സ്പീരിയൻസിൽ അത്തരം കാര്യങ്ങളുണ്ടായില്ല. നേരെ മറിച്ച് എനിക്ക് ജോറ കയ്യെത്തട്ടുങ്ക എന്ന് പറഞ്ഞ സിനിമയിൽ ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ഒരു 20 വയസ്സുള്ള പുതിയ തലമുറപ്പെട്ട ഒരു അരുവി ബാല എന്ന് പറഞ്ഞ പയ്യുണ്ടായിരുന്നു, സക്കീർ ഭായിക്ക് അറിയാം. ലാസ്റ്റ് സീക്വൻസിൽ, കോമ്പിനേഷൻ സീക്വൻസിൽ ആ പയ്യനെ കാണാനില്ല. നോക്കുമ്പോൾ ആ പയ്യൻ ഒരു ഓട്ടോയിൽ ബാഗ് എടുത്തിട്ട് മൂന്നാറിനായിരുന്നു ഒന്ന് ഷൂട്ട്, ബാഗ് എടുത്ത് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ലൊക്കേഷൻ മാനേജറൊക്കെ തടഞ്ഞു വെച്ചു, പിടിച്ചു. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അത് ആ കുട്ടീനോട് ഇതിൻ്റെ സീരിയസ്നെസ് ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ 10-20 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ലോസ് ആവുക എന്നൊക്കെ കുട്ടീനെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല ചേട്ടാ, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രധാനപ്പെട്ട ഒരു സിനിമ ഉണ്ട്, എനിക്കതിന് പോയേ പറ്റൂ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സിനിമേൻ്റെ വിശദാംശങ്ങളൊന്നും അവൻ പറയുന്നുമില്ല. അപ്പോൾ അത് പറയരുത് എന്തോ ഒരു നിർദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ദേഷ്യപ്പെട്ടു, അങ്ങേറ്റം ദേഷ്യപ്പെട്ടു. അപ്പം ആ പയ്യൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാന ക്യാമറമാനൊക്കെ ആയിട്ട് സഹകരിച്ച് സംസാരിച്ചിട്ട് ഇന്ന് 3 സീനാണ് വേണ്ടിയിരുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സീന് അവനുണ്ടായേ പറ്റൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവനെ വെച്ചു. ബാക്കി 2 സീന് ഞങ്ങൾ ബാക്ക് വ്യൂ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഡമ്മി ഒരു ഡ്യൂപ്പിനെ വെച്ചിട്ട് ഞങ്ങളത് ഫില്ല് ചെയ്തു. അപ്പോഴും മനസ്സിൽ നിന്ന് ആ ദേഷ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ മനസ്സിലിങ്ങനെ ആ ദേഷ്യം ഇങ്ങനെ ഫീൽ ചെയ്തു. ഞാനത് മെസ്സേജായിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സമീപകാലത്ത് അവൻ എന്തിനായിരുന്നു പോയത് എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കത് ആ ദേഷ്യം മാറിയത്. ഞാൻ സക്കീർ ഭായി ചർച്ച ചെയ്ത കാര്യമാണ്. പേട്ടയ്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ ത്രൂ ഔട്ട് അദ്ദേഹം ഒരു വലിയൊരു റോൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം രജനീകാന്തും ഫഹദ് ഫാസിൽ ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ വരെ അപ്പോൾ അതിന് വേണ്ടി ആയിരുന്നു അദ്ദേഹം പോയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ആ പോയത് തെറ്റല്ല, പ്രൊഡ്യൂസറുടെ ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോന്നിനും ഓരോരോ കാരണങ്ങളുണ്ടാവും.
എന്നാൽ ഡെഡിക്കേറ്റഡ് അല്ലാത്ത, സിനിമയ്ക്ക് വേണ്ടി അല്ലാത്ത തരത്തിലുള്ള ഏതൊരു തരം അനാസകളെയും 1% പോലും വെച്ച് പൂർപ്പിക്കരുത്. കാരണം അതിനെ പ്രൊഡ്യൂസറെയോ ഡയറക്ടറെയോ താണ്ടി പോകുന്ന ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും ശരി, അതൊരു തരത്തിലും സിനിമയ്ക്ക് നല്ലതല്ല, ആ പ്രൊഡക്ഷനും നല്ലതല്ല, അടിസ്ഥാനപരമായി അങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും നല്ലതല്ല. ഓക്കെ, ബാക്ക് ടു പടം. നമുക്ക് ആ പടത്തിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഏജന്റ് ടീന അതൊരു പോലീസ് സ്റ്റേഷനിൽ കാണുന്നുണ്ട്. ലിറ്ററലി നമുക്ക് ഏജന്റീനയായിട്ട് കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു സാധാരണ പെണ്ണായിട്ട് വന്നിരുന്നെങ്കിലും പിന്നെ കാണുന്നത് ഒരു തിയേറ്റർ, വിക്രത്തിൽ തിയേറ്റർ ഇളക്കി മറിക്കണ ഒരു ഇതിൽ നിന്നുണ്ട് ഏജന്റീന എന്നൊക്കെ എഴുതി വരുമ്പോൾ. ഡയറക്റ്റ് നമ്മുടെ ട്രെയിലറിലൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ കാണാം. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഏജന്റീനയെ പറ്റി? അയ്യോ, അവരൊരു പാവം സ്ത്രീകളാ. എല്ലാവരുടെയും വ്യൂ പോയിന്റ് നേരെ തിരിച്ചാട്ടോ. അവർ ഈ പറയുന്ന പോലെ നമ്മൾ ആ വിക്രം സിനിമയിൽ അവരെ കണ്ടപ്പോൾ ഞാനും ഒക്കെ തന്നെ ഭയങ്കര ആരാധന മൊത്തത്തിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള, അവർ അടിസ്ഥാനപരമായിട്ടൊരു കൊറിയോഗ്രാഫർ, ഡാൻസ് അസോസിയേറ്റ് കൊറിയോഗ്രാഫറാണ് അവർ. അപ്പോൾ അവര് നമ്മുടെ സിനിമയിലേക്ക് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വന്നു. അവരാദ്യം പറഞ്ഞത് എനിക്ക് എൻ്റെ പെർഫോമൻസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണമെന്ന്. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, അത് അവരെ എളിമയാണ് അവരെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഡബ്ബിങ് എൻ്റെ ഓൺ വോയിസ് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ 10-25 സിനിമകൾ കഴിഞ്ഞു, ഓൺ വോയിസ് കൊടുത്തിട്ടില്ല. മറ്റുള്ളവരാണ് ചെയ്തിട്ടുള്ളത്, സാറ് മാത്രമാണ് വിളിച്ചിരിക്കുന്നത് തന്നെ. എന്നെ കൊണ്ട് അത് സാധിക്കും, അത് പാളിപ്പോവില്ല എന്ന് വെച്ചു. അപ്പം ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ലാംഗ്വേജിൻ്റെ സ്ലാങ് നമുക്ക് പിടിക്കാൻ അറിയത്തില്ല. ലാംഗ്വേജ് പൂർണ്ണമായി വഴങ്ങുന്ന ഒന്നല്ല എനിക്കിപ്പോഴും അത്. അപ്പോൾ അസോസിയേറ്റിൻ്റെയും അതുപോലെ സൗണ്ട് എഞ്ചിനീയറൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ആ സ്ലാങ് കറക്റ്റ് ഫോളോ ചെയ്തു. അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് കൊടുത്തു. അവരെ കൊണ്ട് അത് പൂർണ്ണമായിട്ട് ഡബ് ചെയ്യിപ്പിച്ചു. പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യമായിട്ട് അവർക്ക് അതൊരു വലിയ ഇതായിരുന്നു, സന്തോഷമായിരുന്നു. അവർ പറഞ്ഞു, ഇനി മുതൽ ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ തന്നെ ഡബ് ചെയ്യും. അതൊരു പോലീസ് സ്റ്റേഷൻ കൂടെയാണ് വന്നത്. വേട്ടയ്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ അതിനുശേഷമാണ് അവർ ഡബ് ചെയ്തത്. നമ്മുടെ സിനിമയിലുള്ള കിട്ടിയ ആത്മവിശ്വാസമായിരുന്നു ആ ഓൺ വോയിസിൽ തന്നെ ഡബ് ചെയ്യാമെന്ന് അവരെടുത്ത തീരുമാനം. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷം. നമുക്ക് അവരെയൊക്കെ ഫ്രെയിമിൽ പിന്നെയും കാണുമ്പോൾ അല്ലെങ്കിൽ അവർ വരേണ്ടതായിരുന്നു. ഒന്നൊരു പ്രോഗ്രാം ക്ലാഷ് ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അന്ന് അവരൊന്നും ഇവിടെ ഇരിക്കുകയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ് യോഗി ബാബുവിനെ അതിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എത്ര അടിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് പറ്റുന്നില്ല. അത് നമ്മൾ പലരുടെയും കാര്യത്തിലാണ് പറഞ്ഞത്, മമ്മൂക്കാൻ്റെ കാര്യത്തിലൊക്കെ പലരും പറയേണ്ടതായിട്ടുള്ളതാണ്. അവരടിക്കാൻ ശ്രമിച്ചു, പിന്നെ ഷൂ ഇട്ട കാലുകൊണ്ട് ചവിട്ടുന്നുണ്ട്. അപ്പോൾ പതുക്കെ ടച്ച് ചെയ്യുന്നു എടുക്കുന്നു. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്, ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ അവിടെ ആർട്ടിസ്റ്റിനെ നോക്കില്ല. ഞാൻ പറയുന്നുണ്ട്, നന്നായി ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും ഇവർ ചവിട്ടുന്നില്ല, ഇവർ സോഫ്റ്റ് ടച്ച്. അപ്പോൾ അങ്ങനെ യോഗി ബാബു പക്ഷേ ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ ചവിട്ടിക്കോളൂ, എനിക്കൊരു കുഴപ്പമില്ല, റെഡി എന്ന് പറഞ്ഞിട്ട് ചവിട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നെ കിടന്നിട്ട് ഇങ്ങനെ ചവിട്ടി ഞെരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് യോഗി ബാബു തന്നെ കാലെടുത്തിട്ട് മുഖത്തെ വെച്ചിട്ട് അമർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അത് അവരുടെ നിഷ്കളങ്കതയാണ് അവരെ കൊണ്ട് അത് ചെയ്യാൻ പ്രേരിപ്പിക്കാതിരുന്നത്, അവരുടെ ഇന്നസെൻസി എന്നുള്ളതാണ്. എന്താണ് ലാസ്റ്റ് നമുക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒന്നേ പറയാനുള്ളൂ, ഈ സിനിമ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. ഈ സിനിമ എന്താണ് ഈ സിനിമയെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതിലൊന്നും വലിയ പ്രസക്തിയില്ല. ഞങ്ങളുടെ ആഗ്രഹമാണ് ഇത് വിജയിക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇതിനെ കണ്ട് ആത്മാർത്ഥമായി കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് ആത്മാർത്ഥമായ സത്യസന്ധമായ അഭിപ്രായം പറയാൻ ശ്രമിക്കുക. ആ ഒരു ആത്മവിശ്വാസം, ചെയ്ത ജോലി വെറുതെ ആവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്, പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. അടിപൊളിയാട്ടെ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.